നമസ്കാരം. ആരും ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം ശ്രീധരപിള്ള. നമസ്തേ. നമ്മുടെ KSRTC-യിൽ പ്രിയദർശിനി എന്ന പുതിയ ഇന്ദിരാ ഗ്യാരണ്ടികളിൽ ഒരെണ്ണം സ്ത്രീകൾക്ക് സിറ്റി ഫാസ്റ്റ് അടക്കമുള്ള ബസ്സുകളിൽ നിന്ന് ഒഴികെ ബാക്കി നഗരപരിധിയിലുള്ള ബസ്സുകളിൽ ഗ്രാമവണ്ടി വരെ ഓർഡിനറിയിലും ഗ്രാമവണ്ടിയിലും ഒക്കെ സൗജന്യ യാത്ര. പക്ഷെ ടിക്കറ്റ് എടുക്കണം, 0 ടിക്കറ്റ് ആയിരിക്കും. ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്താൽ 500 രൂപ ഫൈൻ ഉണ്ടാവും, അത് ഉറപ്പാണ്. മുഖ്യമന്ത്രി VD സതീശൻ തമ്പാനൂരിൽ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ ഒരു കമന്റ് പറഞ്ഞു. എന്തുകൊണ്ടാണ് പുരുഷന്മാർക്ക് സൗജന്യ യാത്ര സർക്കാർ കൊടുക്കാത്തത്? കാരണം സ്ത്രീകൾ ഈ പണം ലാഭിച്ചു വെച്ചാൽ അത് നേരെ അവരുടെ വീട്ടിലേക്ക് തന്നെ എത്തും. പുരുഷന്മാരിൽ കുറച്ചു പേരെങ്കിലും ഈ പണം വീട്ടിലെത്തിക്കില്ല, വേറെ ചിലവാക്കും. സർക്കാരിനോട് വരുമാനമുണ്ട്, വേറെ രീതിയിൽ വരുമാനം വരുമെങ്കിലും പക്ഷെ അത് കുടുംബത്തിന്റെ ഭദ്രതയ്ക്ക് പറ്റില്ല എന്ന തമാശ രൂപേണ അദ്ദേഹം പറഞ്ഞു. മൂന്നാമതൊരു കാര്യം അതെനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മുടെ മെൻസ് അസോസിയേഷൻ അവർ ഭയങ്കരമായ പ്രതിഷേധമാണ്. സ്ത്രീകൾക്ക് മാത്രം സൗജന്യം കൊടുക്കാൻ പോകുന്നു എന്നുള്ള ഒരു പ്രതിഷേധമാണ്. അപ്പോൾ അവർ വേറെ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നുണ്ട്. അതൊരു രസകരമായ ഒരു കാര്യം കൂടിയായിട്ടാണ് ഞാൻ കാണുന്നത്. അതിനോടൊന്നും നമുക്കൊരു വിരോധമില്ല. പക്ഷെ എല്ലാ പ്രശ്നം എന്താ, പൊതുവായി എല്ലാ പുരുഷന്മാരെയും കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, ഞാൻ ഒരു പുരുഷ വിരോധിയൊന്നുമല്ല. ഈ ഇത്രയും പൈസ ബാക്കി വരുന്നു എന്ന് പറഞ്ഞ് ഇവർ യാത്ര ചെയ്യുമ്പോൾ ഇവരുടെ കയ്യിലാണെങ്കിൽ ആ പൈസ വീട്ടിലെത്തും. മറ്റേതാ സൗജന്യം കൊടുത്താൽ ഈ ബാക്കി വരുന്ന പകുതി കുറച്ച് പേര് കൊടുക്കും വീട്ടിൽ, ബാക്കി എവിടെ പോവും? ഞാൻ പറയില്ല, ഗവൺമെൻറ്റിന് കിട്ടും പൈസ, സർക്കാരിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പോയില്ല. അപ്പോൾ ഇവർക്കൊന്ന് കൊടുക്കട്ടെ. എന്തായാലും ഒരു നിർണായകമായ തീരുമാനമായിരിക്കാം ഈ ഒരു നിലപാട്. KSRTC-യെ കൂടുതൽ നഷ്ടത്തിലേക്ക് ആക്കുമോ എന്ന് 1 മാസം കഴിയുമ്പോൾ നമുക്കറിയാം. അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? കാരണം ദഹിക്കാത്ത പലരും ഉണ്ടല്ലേ ഈ ഒരു സ്ത്രീകളിൽ തന്നെ. അസൂയയും കുശുമ്പും ഉള്ള ഒരു ടീമൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലേ, അവർക്ക് ദഹിക്കുന്നില്ല. ഇതെങ്ങനെയാണ് ഈ സൗജന്യം കൊടുക്കുന്നത്? അങ്ങനെയാണെങ്കിൽ മൊത്തത്തിൽ ഇങ്ങ് വരട്ടെ എന്നൊക്കെ പറയും. എന്തൊക്കെയാണ് ശ്രീലയുടെ ചില കാഴ്ചപ്പാടുകൾ ഈ വിഷയത്തിൽ? പൊതുവെ ഒരു കാര്യം ആദ്യമേ തന്നെ ആമുഖമായി ഞാൻ പറയുന്നു, ഞാൻ ഈ സ്ത്രീകൾക്ക് മാത്രം എല്ലാ സൗജന്യം കൊടുക്കുന്നതിനെതിരാണ്. അത് സത്യം പറഞ്ഞാൽ സ്ത്രീകളുടെ അന്തസ്സിനെ അടിച്ച് ഇല്ലാതാക്കുന്ന ഒരു പ്രവണതയാണെന്ന് വിശ്വസിക്കുന്നതിനാണ് പേഴ്സണലി. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, കേരളത്തിൽ പ്രത്യേകിച്ച് വിദ്യാഭ്യാസപരമായി ഏറെ മുന്നിൽ നിൽക്കുന്ന സ്ത്രീകളാണ്. ഇപ്പോ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഇപ്പൊ നമുക്കറിയാം, ഡൽഹിയിൽ സൗജന്യം കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ സൗജന്യം കൊടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോ പശ്ചിമ ബംഗാളിലും സൗജന്യം തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഏതായാലും അത്തരം സംസ്ഥാനങ്ങളിലൊക്കെ സ്ത്രീകൾക്ക് നല്ല പൊതുവെ വിദ്യാഭ്യാസ നിരക്ക് കുറവുള്ള പല സംസ്ഥാനങ്ങളുമുണ്ട്. അവിടെ സ്ത്രീകൾ ജോലിക്കാരല്ല. പിന്നെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതലുള്ളത് സ്ത്രീകളാണ്. തെരഞ്ഞെടുപ്പ് വരുമ്പോ വോട്ടർ പട്ടികയിൽ ഏറ്റവും കൂടുതലുള്ളത് പല സംസ്ഥാനങ്ങളിൽ സ്ത്രീകളാണ് എന്നുള്ളത് കൊണ്ട് സ്ത്രീകൾക്ക് സൗജന്യം കിട്ടിയാൽ, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് എന്തെങ്കിലും സൗജന്യം നൽകിയാൽ തെരഞ്ഞെടുപ്പിൽ വിജയിക്കും എന്ന തരത്തിൽ ഒരു നറേറ്റീവ് ഉണ്ടാക്കുന്നതിനെ ഞാൻ ശക്തമായി എതിർക്കുകയാണ്. അതിന് മറ്റൊരു അർത്ഥം കൂടിയുണ്ട്. കാരണം അങ്ങനെ സ്ത്രീകൾക്ക് എന്തെങ്കിലുമൊക്കെ സൗജന്യം കൊടുത്താൽ അവരുടെ വോട്ട് കിട്ടുമെങ്കിൽ ആ സ്ത്രീകൾ പൊളിറ്റിക്കൽ അല്ല എന്നാണ് അതിന്റെ അർത്ഥം. യഥാർത്ഥത്തിൽ പൊളിറ്റിക്കലായ ഒരു സ്ത്രീയും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇനി എന്തെല്ലാം തരാമെന്ന് പറഞ്ഞാലും എന്റെ ഒരു വോട്ട് ഞാൻ മാറ്റി ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. അത് ജനാധിപത്യ പ്രക്രിയയിലെ എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട എന്റെ അഭിപ്രായമാണ്. ആ അഭിപ്രായം ആരെങ്കിലും എന്തെങ്കിലും തരുന്നത് കൊണ്ടോ, ഇപ്പൊ നമുക്കറിയാം തെരഞ്ഞെടുപ്പ് സമയത്ത് ചിലർ സാരി വിതരണം ചെയ്യും, ചിലർ പണം വിതരണം ചെയ്യും, ചിലർ അതെല്ലാം സ്ത്രീകൾക്ക് വേണ്ടി മാത്രമാണെന്നുള്ളത്. അതായത് സ്ത്രീകൾക്ക് ഒരു അഭിപ്രായവും ഇല്ലാത്തവരാണ്. സ്ത്രീകൾക്ക് കുറച്ച് സൗജന്യം കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം സ്ത്രീകളെല്ലാം വോട്ട് ചെയ്യും, അതുകൊണ്ട് ജയിക്കും എന്ന നറേറ്റീവ് ഉണ്ടാക്കുന്നത് യഥാർത്ഥത്തിൽ ശരിയായ ഒരു പ്രവണതയല്ല. ഇനി സ്ത്രീകൾക്ക് നൽകാം. എങ്ങനെയുള്ള സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും കൊടുക്കാം. ഞാൻ പറയുന്നത് പുരുഷന്മാർക്കും കൊടുക്കാമെന്ന. സ്ത്രീകളെ പോലെ തന്നെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന പുരുഷന്മാരും കേരളത്തിലെ പൊതുസമൂഹത്തിലുണ്ട്. പുരുഷന്മാരെല്ലാം ഫിനാൻഷ്യലി സെറ്റിൽഡും സ്ത്രീകളെല്ലാം ഫിനാൻഷ്യലി സെറ്റിൽഡ് അല്ലാത്ത അവസ്ഥയും ഒന്നുമില്ല. ഞാൻ നല്ല ശമ്പളം വാങ്ങിക്കുന്ന 1 ലക്ഷത്തിലേറെ വരുമാനം വാങ്ങുന്ന 1 ലക്ഷത്തിലേറെ ശമ്പളം വാങ്ങുന്ന വനിതകൾ കേരളത്തിലില്ലേ? ആ കേരളത്തിലുള്ള ആ സ്ത്രീകളും ഈ ബസ്സിൽ കയറുമ്പോൾ ഫ്രീ ആയല്ലേ പോകേണ്ടത്? അപ്പോൾ അതിനൊരു മാനദണ്ഡം നിശ്ചയിക്കണമായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവും അതിൽ എനിക്കില്ല. അതിനൊരു മാനദണ്ഡം നിശ്ചയിക്കണമായിരുന്നു. ഇപ്പോൾ പറയുന്ന ഈ സിറ്റി സർവീസ് എന്നുള്ളത് സ്റ്റേറ്റ് സർവീസ് ആക്കിയാലും കുഴപ്പമുണ്ടായിരുന്നില്ല. അത് സാധാരണക്കാരായ പാവം പിടിച്ച സ്ത്രീകളുണ്ടല്ലോ, നമുക്കറിയാം വളരെ താഴ്ന്ന വരുമാനത്തിൽ ജോലിക്ക് പോകുന്ന സ്ത്രീകൾ, ഇപ്പൊ തുണിക്കടകളിലൊക്കെ ജോലിക്ക് നിൽക്കുന്ന സ്ത്രീകൾ, അവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടാണ്. മണിക്കൂറുകളോളം നിൽക്കണം. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വരുമാനം കുറവാണ്. സാധാരണ ഒരു ജോലിക്ക് കിട്ടുന്ന പോലെ വരുമാനമില്ല, പെൻഷൻ ഇല്ല, മറ്റു മാർഗങ്ങളൊന്നുമില്ല. അങ്ങനെയുള്ള സ്ത്രീകൾക്ക് കൊടുക്കൂ.
ഏതെങ്കിലും രോഗബാധിതരായി ആശുപത്രികളിലേക്കും മറ്റും സ്ഥിരമായി പോകേണ്ടി വരുന്ന സ്ത്രീകളുണ്ട്, അവർക്ക് കൊടുക്കും. നിങ്ങൾ അംഗവൈകല്യമുള്ള സ്ത്രീകൾക്ക് കൊടുക്കും. ഇനി വേണമെങ്കിൽ നിങ്ങൾ ട്രാൻസ്ജെൻഡേഴ്സിനും കൊടുത്തോളൂ. ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് ഒക്കെ വരുമാന മാർഗമുള്ളവരാണ്, പണ്ടത്തെ പോലല്ല, ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. എങ്കിലും അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ വേണമെങ്കിൽ കൊടുത്തോളൂ. പക്ഷേ ഈ എല്ലാ സ്ത്രീകൾക്കും സൗജന്യം നൽകുന്നു എന്ന് പറയുന്നതിനെ ഞാൻ ഒരു തരത്തിലും അംഗീകരിക്കില്ല. എനിക്ക് സൗജന്യം വേണ്ടെന്നാലും ഞാൻ എപ്പോഴെങ്കിലും KSRTC ബസ്സിൽ, സത്യം പറഞ്ഞാൽ എനിക്ക് ഇനി ബസ്സിൽ കയറാൻ പോലും താല്പര്യമില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ്. എനിക്ക് സൗജന്യം വേണ്ട. അവർ ടിക്കറ്റ് തരുന്നെങ്കിൽ മാത്രമേ, ടിക്കറ്റ് എടുത്ത് മാത്രമേ ഞാൻ യാത്ര ചെയ്യുകയുള്ളൂ. കാരണം എന്റെ ഒരു വോട്ടവകാശം ഒരിക്കലും അതിനുവേണ്ടി വിനിയോഗിക്കാനുള്ളതല്ല. എന്റെ വോട്ടവകാശം ഒരു സൗജന്യത്തിന് വേണ്ടി വിനിയോഗിക്കാനുള്ളതല്ല എന്ന തിരിച്ചറിവ് എനിക്കുണ്ട്. 1. 2, ഇവിടെ KSRTC ഓൾറെഡി തന്നെ നഷ്ടത്തിലാണ്. ഓരോ മാസവും ഈ വലിയ ഭാരിച്ച തുക കൂടി ചെലവാക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം, അത് വലിയ രീതിയിൽ ദോഷം ചെയ്യുന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ടൗൺ ടു ടൗൺ ആയി ഒരു വർഷം 800 കോടി രൂപ അധികം ഇതിനു വേണ്ടി വരുമെന്നാണ് ഇപ്പോഴത്തെ കണക്കുകൂട്ട്. അത് മാത്രമല്ല രാജേഷ്, ഇതുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും. അതായത് ഈ ടൗൺ ടു ടൗൺ സർവീസ് പലപ്പോഴും ഫ്രീ ആയി കൊടുക്കുന്നത് കൊണ്ട്, ഈ ഞാൻ പറഞ്ഞില്ലേ 1 ലക്ഷം രൂപയും 2 ലക്ഷം രൂപയും 1-1.5 ലക്ഷം രൂപയൊക്കെ ശമ്പളം വാങ്ങിക്കുന്ന ഈ പിശുക്കരായ സ്ത്രീകൾ പോലും ചിലപ്പോൾ ഒരു പക്ഷെ അവർ ഓട്ടോയ്ക്കൊക്കെ പോകുന്നവരായിരിക്കും. അപ്പോ ഇതിന് സമാന്തരമായ എല്ലാ സർവീസുകളും തകരുന്ന ഒരു സംവിധാനമാണ്. അതായത് ഇപ്പൊ എറണാകുളം നഗരത്തിലാണെങ്കിൽ മെട്രോയിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളുണ്ട്. മെട്രോയ്ക്ക് അത് വരുമാനം കുറവുണ്ടാക്കും. അതുപോലെ തന്നെ ഓട്ടോ, ടാക്സി, ഇങ്ങനെയുള്ള പല സർവീസുകൾക്കും ഇത് വലിയ തിരിച്ചടിയാണ്. ബസ്സുകളിൽ ഇങ്ങനെ എല്ലാവർക്കും സൗജന്യം കൊടുക്കുന്നത് കൊണ്ട് ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ മറ്റ് സമാന്തര മേഖലകളെ കൂടി തകർക്കുന്നതാണെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, എല്ലാവർക്കും ജീവിക്കണം. ഈ സമാന്തര മേഖലയിൽ ഇപ്പൊ ഓട്ടോക്കാർക്ക് വലിയ അഹങ്കാരം ഉണ്ടെന്ന് നമ്മൾ കാണുന്നതാണ്, ശരിയാണ്. ഓട്ടോക്കാർ ഇരട്ടിപ്പണം വാങ്ങിക്കുന്ന ഓട്ടോക്കാരുണ്ട്, ടാക്സിക്കാരുണ്ട്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് പേട്ട റെയിൽവേ സ്റ്റേഷൻ. പേട്ട റെയിൽവേ സ്റ്റേഷനിൽ ആൾക്കാർ ഇറങ്ങിയ ഓട്ടോ പോലും പോകാൻ ബുദ്ധിമുട്ടാണ് അവർക്ക്. ചെറിയ ഓട്ടങ്ങൾ പോകില്ല. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ പിന്നെ ഇപ്പോ മറ്റ് ക്യൂ സംവിധാനങ്ങളും മറ്റേ പണം കൊടുത്ത് ടാക്സി ഹയർ ചെയ്യുന്ന സംവിധാനം ഒക്കെ ഉള്ളതുകൊണ്ട്, അവിടെ എയ്ഡ് പോസ്റ്റ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് അത് കുറച്ചെങ്കിലും ഫലപ്രദമായി പോകുന്നത്. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ദീർഘദൂര ഓട്ടം മാത്രം. ഇപ്പൊ ഞാൻ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത് ദീർഘദൂര ഓട്ടമാണെങ്കിലേ പല ഓട്ടോക്കാരും വരുള്ളൂ, ചെറിയ ഓട്ടങ്ങളൊന്നും വരില്ല. അപ്പൊ അങ്ങനെ പല സ്ഥലങ്ങളിലും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിനെ റീപ്ലേസ് ചെയ്യാൻ ഒരു പക്ഷേ യൂബറിന് കഴിഞ്ഞിട്ടുണ്ട്. യൂബറിന് അത് കഴിയുമ്പോഴും ഈ പകുതി ഓട്ടോ ഡ്രൈവർമാരും തന്നെയാണ് യൂബറിലേക്ക് വന്നിട്ടുള്ളത്. അവർക്ക് വലിയ നഷ്ടമൊന്നും ഉണ്ടാകുന്നില്ല. യൂബറിലേക്ക് വന്നപ്പോൾ അവർക്ക് കുറച്ചുകൂടി, എനിക്ക് തോന്നുന്നു, പല നന്നായി ഓടുന്ന ഓട്ടോ ഡ്രൈവർമാർക്ക് കൂടുതൽ ഗുണം യൂബർ പോലുള്ള പ്ലാറ്റ്ഫോമുകൾ വന്നത് അത് വലിയ ഗുണം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ടാക്സിക്കും യാത്രക്കാരനും സൗകര്യമാണ്. 2-3 കാര്യങ്ങളാണ്. ഒന്ന്, യാത്രക്കാരന് സൗകര്യം, വളരെ കുറച്ച് പണം മാത്രമേ ആകുന്നുള്ളൂ. രണ്ടാമത്തെ കാര്യം, ബാർഗെയിൻ ചെയ്യേണ്ടി വരുന്നില്ല. ഒരു വഴക്ക് എന്ന രീതിയിലേക്ക് പലപ്പോഴും ഈ യാത്രയുടെ അവസാനം ഉണ്ടാകുന്ന ബാർഗെയിനിങ് ഉണ്ടാകുന്നില്ല. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അത് ഗുണം ചെയ്തിട്ട് ഓട്ടോക്കാർക്ക് ഒരളവിൽ വലിയ ഗുണം ചെയ്തിട്ടുണ്ട്. അവരുടെ കൊള്ള തടയാൻ കഴിഞ്ഞിട്ടുണ്ട്. അവർക്ക് മര്യാദയ്ക്ക് ഓടുന്നവർക്ക് ജീവിക്കാനുള്ള വരുമാന മാർഗം ഉണ്ടാക്കാൻ കഴിഞ്ഞു. പക്ഷേ ഈ ഫ്രീ കൊടുക്കുന്ന സംവിധാനങ്ങൾ ഓട്ടോ മേഖലയെ, ടാക്സി മേഖലകളെ, അതുപോലെ തന്നെ യൂബർ, പ്രൈവറ്റ് ബസ്സിനെ പ്രൈവറ്റ് ബസ് ഓണേഴ്സിന് വലിയ, അതായത് എന്തുകൊണ്ടാണ് ഇതിനെ പ്രതികരിക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി പ്രതികരിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഏതായാലും പ്രൈവറ്റ് ബസ്സിന് വലിയ പ്രശ്നം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കൂടുതൽ ആൾക്കാർ ട്രാൻസ്പോർട്ട് ബസ്സിലേക്ക് മാറുന്നതോടുകൂടി പ്രൈവറ്റ് ബസ്സിന് വലിയ തിരിച്ചടി ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ സമാന്തര മേഖലകളെ തകർക്കുകയും KSRTC തന്നെ തകർക്കുകയും ചെയ്യുന്ന തീരുമാനമാണ് എന്നൊരു കാര്യത്തിൽ ഒരു സംശയമില്ല. ഇതിൽ BJP കുറച്ച് രാഷ്ട്രീയമൊക്കെ കളിക്കുന്നുണ്ട്. അത് രാഷ്ട്രീയമാണ്. കാരണം ആ സ്ത്രീകളുടെ വോട്ട് നേടിയെടുത്തത് അങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം കൂടിയാണ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം കേരളത്തിൽ ഒരിക്കലും സ്ത്രീകളുടെ വോട്ട് കൊണ്ടാണ് കേരളത്തിലെ UDF സർക്കാർ ഈ സൗജന്യം കിട്ടുമെന്ന് പറഞ്ഞത് കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം മറ്റൊന്നാണ്. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായി പിണറായി വിജയനും കൂട്ടരും നടത്തിയ ഒരു ഭരണം, ആ കിരാത ഭരണം, ഒരുപക്ഷെ ജംഗിൾ രാജ്, അതുപോലെ തന്നെ മറ്റ് 2 വിഭാഗങ്ങളെ ഏകോപിപ്പിക്കാൻ കഴിഞ്ഞത്, ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഏകീകരണം, ഇതൊക്കെ തന്നെയാണ് 102 മാജിക്കൽ സംഖ്യയിലേക്ക് എത്തിയത്. അല്ലാതെ സൗജന്യം കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകളെല്ലാം കൂടി ഏതെങ്കിലും സ്ത്രീ സൗജന്യം കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അതൊരു ഒരു മോശപ്പെട്ട തീരുമാനമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ BJP ഇന്നും എനിക്ക് തോന്നുന്നു സമരം ചെയ്യുകയോ ഇന്ന് കരിദിനമായി ആചരിക്കുകയോ എല്ലാ സ്ത്രീകൾക്കും ലഭിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വരികയും ചെയ്യുന്നത്. അത് അവരുടെ രാഷ്ട്രീയം, അത് അവർ ചെയ്തോട്ടെ. അത് രാഷ്ട്രീയപരമായ അവരുടെ നീക്കമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോ നേരത്തെ ഒരു സമരം നടത്തിയ സമരത്തിന് ഞാൻ എതിരായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് മുഖ്യമന്ത്രി വരുന്നതിന് മുമ്പ് നടത്തിയ സമരമാണ്, അതിനെതിരായിരുന്നു. ഇന്നത്തെ സമരം അത് ചെയ്തോട്ടെ, അത് രാഷ്ട്രീയമാണ്. അതിൽ രാഷ്ട്രീയം മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അത് അവർ ചെയ്യുന്നുണ്ട്. ഇന്ന് ഏതൊക്കെയോ ബസ്സിൽ കയറി ബഹളം ഉണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല തമ്പാനൂരോട്ടൊക്കെ എനിക്ക് തോന്നുന്നു പലതരത്തിലുള്ള പ്രചരണ പരിപാടികളും പ്രകടനങ്ങളും പ്രതിഷേധ പരിപാടികളും ഒക്കെ നടത്തുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ സൗജന്യങ്ങൾക്ക് എക്കാലത്തും ഞാൻ എതിരാണ്.
ഒരു സൗജന്യവും അർഹതപ്പെട്ടവർക്ക് സൗജന്യങ്ങൾ ലഭ്യമാകട്ടെ, അർഹതയില്ലാത്തവർക്ക് സൗജന്യങ്ങൾ നൽകരുത് എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. കാരണം ജീവിക്കാൻ പ്രാപ്തിയുള്ളവർക്ക് എന്തിനാണ് സൗജന്യം കൊടുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നു. അത് വാങ്ങിക്കാനിരിക്കുന്നവർ അതിലേറെ മോശപ്പെട്ടവരാണ്, അല്ലെങ്കിൽ അതിലേറെ ആത്മാഭിമാന ബോധമില്ലാത്തവരാണെന്ന് ഞാൻ പറയും. എനിക്ക് സൗജന്യം വേണ്ട, എനിക്ക് ഒരു സൗജന്യവും വേണ്ട, എനിക്കൊരു റിസർവേഷനും വേണ്ട, എനിക്ക് അങ്ങനത്തെ ഒരു കാര്യങ്ങളെയും ഞാൻ അനുകൂലിക്കുന്ന ആളല്ല. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന തിയറിയിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമാന്തര മേഖലകൾ ഏത് സർക്കാരാണെങ്കിലും നമ്മൾ സ്റ്റേറ്റ് എന്ന കൺസെപ്റ്റിൽ തന്നെ നിലനിൽക്കണം. ഇപ്പൊ ഇത് പറയുമ്പോൾ ഞാൻ ഈ കോൺഗ്രസ്സുകാരിയായി പോകുന്ന ആരും പറയണ്ട, ഞാൻ കോൺഗ്രസ്സുകാരിയും അല്ല, കോൺഗ്രസ്സുകാരി ആവാനും പോകുന്നില്ല. അങ്ങനെ ആരെങ്കിലും ഇപ്പൊ അടുത്ത കാലത്ത് എനിക്കൊരു ചാപ്പ, ഞാൻ കോൺഗ്രസിലേക്ക് പോകുന്ന തരത്തിൽ ചാപ്പ കുത്താനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഞാൻ എന്റെ സ്വതന്ത്രമായ അഭിപ്രായം പറയുന്നു എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന അല്ലെങ്കിൽ എനിക്ക് താല്പര്യമുള്ള എനിക്ക് അനുഭവമുള്ള രാഷ്ട്രീയ പാർട്ടിക്ക് എതിരായി പോകുന്നു എന്ന ആ അഭിപ്രായം എന്നതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ഓടിപ്പോവുകയോ അല്ലെ മറ്റൊരിടത്തേക്ക് പോകുന്ന രാഷ്ട്രീയ ബോധ്യവും അല്ല എനിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ആരും പറയുന്നതിനെ ഞാൻ അംഗീകരിക്കാനും പോകുന്നില്ല. പക്ഷെ ഈ വിഷയത്തിൽ സംസ്ഥാനം വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ, KSRTC വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ ആ വിഷയത്തിൽ സംസ്ഥാനത്തോടൊപ്പം ചേർന്ന് നിൽക്കാനുള്ള ഒരു മനസ്സാണ് ഈ വിഷയത്തിൽ എനിക്കുള്ളത്. ആ വിഷയത്തിൽ സംസ്ഥാനത്തിനൊപ്പം നിൽക്കുമ്പോഴും ഞാൻ പറയുന്നു, എല്ലാവർക്കും സൗജന്യം എന്ന ആ നെറേറ്റീവ് മാറ്റണം, ആ തീരുമാനം മാറ്റണം. നിങ്ങൾ സംസ്ഥാന വ്യാപകമായി ഒരു കാശില്ലാത്തവർ സംസ്ഥാനം ഒട്ടാകെ സഞ്ചരിച്ചോട്ടെ, അതിലൊരു പ്രശ്നവുമില്ല. പക്ഷെ കാശുള്ളവർക്ക് അത് നൽകരുത് എന്ന് തന്നെയാണ് എന്റെ തീരുമാനം. സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവർക്ക്, വീക്കർ സെക്ഷനിലുള്ള ജനങ്ങൾക്ക്, അംഗവൈകല്യമുള്ളവർക്ക്, അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ സംസ്ഥാനം ഒട്ടാകെ നൽകിക്കോളൂ സൗജന്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ അതിൽ ഒരു റേറ്റ് റിഡക്ഷൻ കൊടുത്തുകൊള്ളൂ. അതിനൊന്നും ആരും എതിരല്ല. പക്ഷെ സാമ്പത്തികമുള്ളവർക്ക് നൽകരുത് എന്ന് തന്നെയാണ് എന്റെ തീരുമാനം. എല്ലാ സ്ത്രീകളും അതിന് അർഹരല്ല, എല്ലാ സ്ത്രീകൾക്കും ആ സൗജന്യം നൽകരുതെന്ന് തന്നെയാണ് ഇപ്പോഴും എന്റെ അഭിപ്രായം. ഈ സ്ത്രീ ശാക്തീകരണമൊക്കെയാണ് നമ്മൾ കുറെ കാലമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും സ്ത്രീ പുരുഷ സമത്വം കേരളത്തിൽ നിലനിൽക്കുന്നു എന്നാണ് എന്റെ ധാരണ. പക്ഷെ ഈ ഒരു വിഷയം വന്നപ്പോൾ എനിക്ക് തോന്നുന്നത് സ്ത്രീകളെ വീണ്ടും ഉദ്ധരിക്കാൻ, അവരെ വീണ്ടും സമൂഹത്തിന്റെ സ്ത്രീ നൽകുകയല്ല വേണ്ടത്. സ്ത്രീകൾക്ക് ഭരണ പ്രക്രിയയിലും മറ്റുള്ള കാര്യങ്ങളിലും അവർക്ക് അവസരം നൽകുക എന്നുള്ളതാണ്. സ്ത്രീകളെ എക്കാലത്ത് സൗജന്യം നൽകി അവരോടൊപ്പം ചേർത്ത് നിർത്തുക അവരെ എന്നും കീഴാളരായി നിർത്തുക എന്നുള്ളതല്ല. ഇപ്പോ വിദ്യാഭ്യാസവും വിവരവും ഉള്ള സ്ത്രീകൾ, ജോലിയുള്ള സ്ത്രീകൾ, അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ രംഗത്തുള്ള സ്ത്രീകളൊക്കെ അവർക്ക് അർഹമായ പ്രാതിനിധ്യം എല്ലാ സ്ഥലത്തും നൽകണം. അതിനപ്പുറത്തേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എന്നുള്ളത്, അതായത് സൗജന്യം നൽകാൻ വേറെ ഏതോ ഒരു സൗജന്യം ഈ അടുത്ത ദിവസങ്ങളിൽ കാണാനിടയായി. എന്താണെന്ന് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത്. അന്നേരവും ഞാൻ വിചാരിച്ചു, സ്ത്രീകൾക്ക് നിങ്ങൾ സൗജന്യം നൽകിയല്ലേ സർക്കാർ ചേർത്ത് നിർത്തേണ്ടത്. ഇപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഈ നരേന്ദ്രമോദി സർക്കാർ ചില സൗജന്യങ്ങൾ നൽകി എന്ന് പറയുന്നത് കർഷകർക്കൊട്ടാകെയാണ്. പിന്നെ സാനിറ്ററി പാഡ് വില കുറച്ചു കൊണ്ടുവന്നു. അത് കേരളത്തിൽ മാത്രമേ ഞാൻ പറഞ്ഞില്ലേ, വിദ്യാഭ്യാസവും വിവരവും സാമൂഹ്യപരമായ ചുറ്റുപാടും ഒക്കെ ഉണ്ട്. ഓരോ സ്ഥലത്തെയും ജനങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ആ സ്ഥലത്തെ തീരുമാനങ്ങൾ BJP സർക്കാർ എടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇവർക്ക് ചോദിക്കാൻ കഴിയും, BJP സർക്കാർ ഇപ്പൊ നാപ്കിൻ വെൻഡിങ് മെഷീൻ വെച്ച് കൊടുത്തു, നാപ്കിൻ കൊടുത്തു, സ്ത്രീകൾക്ക് ബാത്റൂം ഫെസിലിറ്റി, എല്ലാ വീടുകളിലും ബാത്റൂം ഫെസിലിറ്റി, അതൊക്കെ ഇല്ലാതിരുന്ന ഗ്രാമങ്ങളാണ്. ഈ കോൺഗ്രസ് ഭരിച്ച കാലത്തൊക്കെ ഗരീബി ഹട്ടാവോ എന്ന് വീണ്ടും ഓരോ സർക്കാർ വന്നു കഴിഞ്ഞ് വീണ്ടും വന്ന ഗരീബി ഹട്ടാവോ എന്ന് പറയുന്ന മുദ്രാവാക്യങ്ങളായിരുന്നു. അപ്പൊ അത് മാറ്റി ബാത്റൂം സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക, അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളത് ആ സംസ്ഥാനത്തെ ആവശ്യങ്ങളാണെന്നേ. ഇപ്പൊ ആ സംസ്ഥാനത്തെ ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതിന് പകരം അവിടുത്തെ ജനങ്ങൾക്ക്, ഇപ്പൊ സ്ത്രീകൾ വല്ലാതെ ബാക്ക്വേർഡായി കിടക്കുന്ന ചില സംസ്ഥാനങ്ങളുണ്ട്. ആ സംസ്ഥാനങ്ങളിൽ സ്ത്രീകളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. കേരളത്തിലെ സ്ഥിതി വളരെ വ്യത്യസ്തമാണ്. കേരളത്തിൽ എനിക്ക് തോന്നുന്നു പുരുഷന്മാരെക്കാൾ വിദ്യാഭ്യാസമുള്ളവർ സ്ത്രീകൾക്കാണ്. സ്ത്രീകൾ വിദ്യാഭ്യാസമുള്ളവർ ജോലി ചെയ്യട്ടെ, ജീവിക്കട്ടെ, സമൂഹത്തിന്റെ ഭാഗമാകട്ടെ, കൂടുതൽ അവസരങ്ങൾ അവർക്ക് തേടി വരട്ടെ എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതിനപ്പുറത്തേക്ക് ഇപ്പൊ കേരളത്തിലെ രാഷ്ട്രീയ രംഗത്തൊക്കെ സ്ത്രീകളുടെ എണ്ണം വളരെ കുറവാണ്. സ്ത്രീകൾ രാഷ്ട്രീയ രംഗത്തേക്ക് വരിക എന്ന് പറയുമ്പോൾ, അല്ലെ പൊതുപ്രവർത്തന രംഗത്തേക്ക് വരുന്നവരെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാരുടെ ചട്ടുകങ്ങളായി പുരുഷന്മാർ പറയുന്നത് കേൾക്കുന്ന സ്ത്രീകളെ മാത്രമേ ഇന്നും സമൂഹത്തിൽ രാഷ്ട്രീയ രംഗത്തേക്ക് കൊണ്ടുവരികയുള്ളൂ. നമ്മൾ കാണുന്ന കാഴ്ച അതാണ്. അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന, പുരുഷന്റെ ചൊൽപ്പടിക്ക് നിൽക്കാത്ത ഒരു സ്ത്രീയെയും കേരളത്തിൽ ഒരു രാഷ്ട്രീയ രംഗത്ത് നമുക്ക് കാണാൻ കഴിയില്ല. ചൊൽപ്പടിക്ക് നിൽക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പുറത്തു നിന്ന് പറയാമെന്നല്ല, അകത്തേക്ക് അവർക്ക് എൻട്രി ഇല്ല. അത് സത്യം തന്നെയാണ്. അത്തരം മാറ്റങ്ങളാണ് വേണ്ടത് ഭരണ പ്രക്രിയയിൽ. അതുപോലെ തന്നെയുള്ള ബാക്കിയുള്ള കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ നിർണായകമായി തീരുമാനമെടുക്കുന്ന പദവികളിൽ, അത്തരം പദവികളിലേക്ക് സ്ത്രീകളെ കൈപിടിച്ചുയർത്തുന്നതാണ് സ്ത്രീ ശാക്തീകരണം. മറിച്ച് ഈ പറയപ്പെടുന്ന ഇത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള സൗജന്യങ്ങൾ നൽകി സ്ത്രീകളെ വീണ്ടും സൗജന്യം വാങ്ങിക്കുന്ന ആൾക്കാരായി ചിത്രീകരിക്കുന്നതിന് സ്ത്രീ ശാക്തീകരണമല്ല. അത്തരം സ്ത്രീ ശാക്തീകരണത്തെ ഞാൻ ശക്തിയുക്തം എതിർക്കുകയാണ്. അതല്ല സ്ത്രീ ശാക്തീകരണം. അതുപോലെ തന്നെ ഈ 50% സ്ത്രീകൾക്കുള്ള സംവരണം വരെ തകിടം മറിച്ച കോൺഗ്രസ് ആണ് ഇവിടെ അവരെ ബസ്സിൽ കയറ്റി സൗജന്യമായി കയറ്റി കൊടുത്തത്.
തീർച്ചയായും അതെ. തിരിച്ചും രാഷ്ട്രീയത്തിന്റെ പേരിൽ, അതായത് ഡീലിമിറ്റേഷൻ വരുമെന്ന് പേടിച്ചുകൊണ്ട്, ഡീലിമിറ്റേഷൻ വന്നാൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുമെന്ന് പേടിച്ചുകൊണ്ട്, അല്ലെങ്കിൽ BJPക്ക് അത് അനുകൂലമായി പോകുമോ എന്ന ഭയം കൊണ്ട് സ്ത്രീകളെ വീണ്ടും വീണ്ടും പിന്നോക്കം വലിക്കുന്നവരാണ് ഈ വെറുതെ ഫ്രീ ആയിട്ട് സ്ത്രീകളെ കയറ്റിവിടുന്നത്. ഞാനതാ പറയുന്നത്, സ്ത്രീകളെ എന്നും അടിമകളാക്കി നിർത്താനേ ഈ ഫ്രീ നൽകുന്ന ഇടപാടുകൾ വീണ്ടും വീണ്ടും ഗുണം ചെയ്യുകയുള്ളൂ. അല്ലാതെ അത് വളരെ ഇവർ പറയുന്ന പോലെയുള്ള ഗുണമല്ല, അത് ദോഷം ചെയ്യുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്ത്രീകൾക്ക് അത് ഗുണമല്ല. സ്ത്രീകൾക്ക് ഒരു സാരിയും ഒരു പിന്നെ ഫ്രീയും ഒക്കെ കൊടുത്താൽ സ്ത്രീകളെല്ലാം അങ്ങ് വോട്ട് ചെയ്യുമെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയായ നടപടിയല്ല. അതല്ല സ്ത്രീ ശാക്തീകരണം. ആ സ്ത്രീ ശാക്തീകരണത്തെ ഞാൻ എതിർക്കുകയാണ്. എനിക്ക് ഫ്രീ വേണ്ട, എനിക്ക് ഒരു ഫ്രീയും ആരും തരണ്ട. സൗജന്യമായിട്ട് സ്ത്രീകൾ രാവിലെ ബസ്സിൽ കയറി ഒരു വസ്ത്രശാലയിലേക്ക് പോകും. ആ പെൺകുട്ടികൾ വൈകുന്നേരം വരെ അവിടെ നിൽക്കണം, അല്ലെ? അതെ അതെ അതെ. അതിനുള്ള സൗകര്യം ഉണ്ടാക്കി സ്ത്രീകൾക്ക് വിശ്രമിക്കാൻ ഞാൻ കണ്ടിട്ടുണ്ട്. സ്ഥാപനത്തിന്റെ പേര് ഞാൻ ഇപ്പൊ പറയുന്നില്ല. തമിഴ്നാട്ടിൽ നിന്ന് വന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യവസായ സ്ഥാപനം. അവർക്ക് ആഹാരം കഴിക്കുന്നത് എവിടെയാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ബാത്റൂമിന്റെ സൈഡിൽ നിന്ന് അവിടെ വരുന്ന സ്റ്റാഫുകൾ ആഹാരം കഴിക്കുന്നത്. അവരുടെ താമസ സ്ഥലങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ സ്ഥലങ്ങളൊക്കെ ചില ഈ തൊഴുത്തു പോലെ ഇങ്ങനെ ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിന്റെ മുകൾ വശം എടുത്തിട്ട്, ഏറ്റവും വില കുറഞ്ഞ മുകൾ വശം എടുത്തിട്ട്, അതായത് റെന്റ് കുറവുള്ള സ്ഥലം എടുത്തിട്ട് അവിടെ ഇങ്ങനെ ചുമ്മാതെ തൊഴുത്തു പോലെ അടിച്ചിട്ടിരിക്കുകയാണ് കട്ടില്. അതിന്റെ പുറത്തൊക്കെയാണ് അതെ അതെ അങ്ങനെയാണ് കിടക്കുന്നത്. അപ്പൊ അതൊക്കെയാണ് അത്തരം കാര്യങ്ങളെ മാറ്റിക്കൊണ്ട്, അതുപോലെ സ്ത്രീകൾക്ക് പലപ്പോഴും പല സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുമ്പോൾ അവിടുത്തെ പുരുഷന്മാരെ ഭയക്കാതെയും അവിടുത്തെ പുരുഷന്മാരോടൊപ്പം ജോലി ചെയ്യാൻ, തോളോട് തോൾ ചേർത്ത് ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യമുള്ള സ്ഥാപനങ്ങളുണ്ട്. അത്തരം സ്ഥലങ്ങളെയൊക്കെയാണ് നിങ്ങൾ അഡ്രസ് ചെയ്യേണ്ടത്. അല്ലാതെ അതാണ് സ്ത്രീ ശാക്തീകരണത്തിന്റെ തോന്നുന്നത്. അങ്ങനെ അവിടെയുള്ള സ്ത്രീകളെ കൂടി നിങ്ങൾ ശക്തരാക്കണം. അല്ലാതെ ഈ എല്ലാ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ത്രീകളെ, വലിയ വരുമാനമുള്ള സ്ത്രീകളെ ബസ്സിൽ കയറ്റി വിടുന്നതല്ല സ്ത്രീ ശാക്തീകരണം. അതിനെ ഞാൻ ആ ശാക്തീകരണത്തെ ഞാൻ എതിർക്കേണ്ടത്. സ്ത്രീ ശാക്തീകരണമല്ല, സ്ത്രീകളെ ഇകഴ്ത്തി കാണിക്കുന്നതിന് തുല്യമാണ്. സ്ത്രീകളെ പൊളിറ്റിക്കൽ അല്ല, അതായത് സ്ത്രീകൾക്ക് രാഷ്ട്രീയത്തിലോ അഭിപ്രായം പറയാനോ അല്ലെങ്കിൽ അവർക്ക് കൃത്യമായ ഒരു നിലപാടെടുക്കാനോ കഴിയില്ല എന്നത് ഊട്ടി ഉറപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകളെ വെറും ഒരു സൗജന്യം വാങ്ങിക്കുന്ന ആൾക്കാരെ ചിത്രീകരിക്കുന്നതാണ്. അതിനെ ഞാൻ ശക്തിയുക്തം എതിർക്കുകയാണ്. നമ്മളൊക്കെ ജോലി ചെയ്തിട്ടുള്ളത് ഒരിക്കലും ഒരു സാധാരണഗതിയിൽ സൗജന്യം കിട്ടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇത് കിട്ടുകയോ ചെയ്യുന്ന ഒരു മേഖലയല്ല. ഏതെങ്കിലും തരത്തിൽ സ്ത്രീ എന്ന പരിഗണന കിട്ടുന്ന മേഖലയല്ല ജേർണലിസ്റ്റ് മേഖലയും. പുരുഷന്മാരോടൊപ്പം തന്നെ നിന്ന് പ്രവർത്തിച്ച് അവിടെ മികവ് കാട്ടുന്നവരെ മാത്രമല്ലേ, അല്ലാതെ അവിടെ സ്ത്രീ സംവരണം ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ സംവരണം നൽകുന്നതിനെ അത്തരത്തിലുള്ള സംവരണങ്ങളെ ഞാൻ എതിർക്കുകയാണ്. സ്ത്രീകൾ അവരുടെ കഴിവ് തെളിയിച്ച് വരട്ടെ. കഴിവുകൾ തെളിയിക്കാൻ കഴിയുന്നവരാണ് സ്ത്രീകൾ. മൾട്ടി ടാസ്കിംഗ് പല ഘട്ടങ്ങളിലും നമ്മൾ പറയും സ്ത്രീകളെ കുറിച്ച്. മൾട്ടി ടാസ്കിംഗ് ചെയ്യാൻ കഴിയുന്നവരാണ്. ഒരേ സമയം വീടിന്റെ സാമ്പത്തിക സ്ഥിതിയും ഒരേ സമയം വീട്ടുകാര്യങ്ങളും എല്ലാം ഒരേപോലെ ചെയ്ത് മുന്നോട്ട് വരാൻ കഴിയുന്നവരാണ് സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ കൂടുതൽ. അപ്പൊ അതുകൊണ്ട് സ്ത്രീകൾ അവരുടെ കഴിവ് തെളിയിച്ചു വരുന്ന മേഖലകളിൽ അവരെ നന്നായി പ്രോത്സാഹിപ്പിക്കുക, ആ രീതിയിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് അതിൽ എവിടെയെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്ത് കൊടുക്കുക എന്നതാണ് സർക്കാർ ചെയ്യേണ്ടത്. സ്ത്രീകളെ ശാക്തീകരിക്കേണ്ടത് അങ്ങനെയാണ്. അവസാനമായി പറയേണ്ടത്, നമുക്ക് സൗജന്യം ആവശ്യമുള്ള അത്തരം വരുമാനത്തിൽ ഞെരുങ്ങി ജീവിക്കുന്ന സ്ത്രീകൾക്കും കേന്ദ്ര സർക്കാർ നൽകിയ മുദ്രാ ലോണുകൾ അതൊക്കെ വലിയ ഗുണം ചെയ്തിട്ടുണ്ട്. സംരംഭകരെ, അതായത് വനിതാ സംരംഭകരെയും വളർത്ത, ഒരേ സമയം വനിതാ സംരംഭകർക്കും അത് ഗുണം ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളല്ലേ ചെയ്യേണ്ടത്. അതിന് പകരം വെറുതെ ഫ്രീ കൊടുക്കുകയാണ്. കൂടുതൽ സ്ത്രീകളെ തൊഴിൽ മേഖലയിലേക്ക് പ്രോത്സാഹിപ്പിക്കുകയാണ് ആദ്യം വേണ്ടത്, അല്ലെ? അപ്പോൾ വരുമാനം കൂടിയ സ്ത്രീകൾ, എനിക്ക് സൗജന്യം വേണ്ട, KSRTCക്ക് വേണ്ടി ഞാൻ ആ സൗജന്യം വേണ്ട എന്ന് പറയാൻ കൂടുതൽ സ്ത്രീകൾ രംഗത്ത് വരട്ടെ എന്ന് നമുക്ക് പ്രത്യേകിക്കാം, അല്ലെ? നന്ദി.